മമ്മൂട്ടിക്കെതിരെ രൂക്ഷ വിമർശനവുമായി ഹരീഷ് പേരടി. മമ്മൂട്ടി വയനാട് ടൗൺഷിപ്പ് പോയ സംഭവവും അതുപോലെ തന്നെ ഇന്നലെ മട്ടാഞ്ചേരി മാഫിയ എന്ന് പറയുന്ന ഒരു സിനിമയുടെ ടൈറ്റിൽ അനൗൺസ് ചെയ്തു. അതിനെന്റെ സമയം എന്ന് പറയുന്ന ഖാലിദ് റഹ്മാനാണ്. ഖാലിദ് റഹ്മാൻ ലഹരി കേസിൽ പിടിക്കപ്പെട്ട ആളാണ്. അന്നേരം ലഹരിയെ പ്രോത്സാഹിപ്പിക്കാൻ മമ്മൂട്ടി എന്തിനാണ് ഈ ഡയറക്ടറിന് ഡേറ്റ് കൊടുത്തതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഫേസ്ബുക്ക് പേജിൽ വളരെ കാര്യമായിട്ട് പോസ്റ്റ് ചെയ്തത്. ശരിയായിരിക്കാം, അങ്ങനെ മമ്മൂട്ടി എന്തെങ്കിലും പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി എന്തായാലും ചെയ്തായിരിക്കത്തില്ല. പക്ഷെ ഒരു കാര്യം നമ്മൾ അതിന്റെ കൂട്ടത്തിൽ ചിന്തിക്കേണ്ടത്, ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ മലയാള സിനിമയിലും പൊതുസമൂഹത്തിലും നമുക്ക് നടക്കുന്നുണ്ട്. അപ്പം വേടന്റെ കേസ് എടുക്കുക, മയക്കുമരുന്ന് കേസിലും പീഡന കേസിലും പ്രതിയായപ്പം സംസ്ഥാന സർക്കാർ അദ്ദേഹത്തിന്റെ പാട്ടിന് അവാർഡ് കൊടുക്കണ്ടായി. അന്നേരം ഈ ഹരീഷ് പേരടിയുടെ തൂലിക അല്ലെങ്കിൽ അഭിപ്രായ സ്വാതന്ത്ര്യം നമ്മൾ പോസ്റ്റായിട്ട് കണ്ടില്ല. ഒരുപക്ഷെ പൊതുസമൂഹം മൊത്തത്തിൽ ഇതിനെ വിമർശിക്കുമ്പം അദ്ദേഹത്തിന്റെ പോസ്റ്റ് അന്നേരം ഒരു പ്രസക്തമായ ഒരു പോസ്റ്റ് അദ്ദേഹം ഇടേണ്ട ഒരാൾ തന്നെയാണെന്ന് നമുക്ക് തോന്നുന്നു. ഇപ്പം ഇത് കണ്ടപ്പോൾ മോഹൻലാലും ദിലീപും ഒരുമിച്ച് അഭിനയിച്ചുകൊണ്ടിരിക്കും. മലയാളികൾ ഭയങ്കരമായിട്ട് എതിരായിരുന്നു മോഹൻലാൽ ഈ സിനിമയിൽ എന്തിനു അഭിനയിക്കുന്നു പറഞ്ഞു. അന്നൊരു ഒരു പോസ്റ്റ് ഹരീഷ് പേരടിയിൽ കണ്ടില്ല. ഇപ്പം ഗണേഷ് കുമാർ ആയാലും നമ്മുടെ ഉണ്ടാക്കുന്ന വിവാദങ്ങൾ, മുകേഷ് ആയാലും ഒരുപാട് സിദ്ദിഖിന്റെ കാര്യം, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ പൊതുസമൂഹം പിച്ച് ചെയ്യുമ്പോഴൊന്നും ഈ പറഞ്ഞ പോലെ ഹരീഷ് പേരടിയുടെ പോസ്റ്റ് നമ്മൾ കണ്ടിട്ടില്ല. മമ്മൂട്ടിക്കെതിരെ വാള എന്തുമ്പോൾ ഇദ്ദേഹം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെയുള്ള സെലക്റ്റഡ് ആയിട്ടുള്ള ഒരാളിനെ മാത്രമല്ല, ഇങ്ങനെയുള്ള ഒരുപാട് നിരവധി കേസുകൾ പ്രത്യേകിച്ചും സ്വന്തം ഫീൽഡിൽ നിന്ന്, സിനിമാ ഫീൽഡിൽ നിന്ന് വരുമ്പോൾ തന്നെ ഉറപ്പായിട്ടും തൂലിക ചലിപ്പിക്കേണ്ട അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യേണ്ട ആൾ തന്നെയാണ് ഹരീഷ് പേരടി.